Hello everyone, welcome to Masterminds online classes. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്? സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് മണിയാണ് അല്ലേ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും ക്ലാസ് ഒക്കെ കേട്ടില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിജൻസി ഫങ്ഷൻസ് ഓഫ് മണി എന്നുള്ള പോർഷനാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് കണ്ടിജൻസി എന്ന് പറയുന്നത്? കണ്ടിജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനെ ആശ്രയിച്ച് നിൽക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ എന്തായിരിക്കും കണ്ടിജൻസി ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ? അതായത് നമ്മൾ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് മണിയും സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് മണിയും പഠിച്ചല്ലോ. അപ്പോൾ ഈ പ്രൈമറി ഫങ്ഷൻസിൻ്റെയും സെക്കൻഡറി ഫങ്ഷൻസിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് പ്ലാൻഡ് ആയിട്ട്, അതായത് ഈ ഫങ്ഷൻസ് ഒക്കെ മണിക്ക് വേണമെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നല്ലാതെ ഇതിൻ്റെയൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ടാവും അല്ലേ, അതിനെയാണ് നമ്മൾ കണ്ടിജൻസി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. കണ്ടിജൻസി ഫങ്ഷൻസ്. ദ കണ്ടിജന്റ് ഫങ്ഷൻസ് ഓഫ് മണി ആർ നോട്ട് ദോസ് ദാറ്റ് വർ പ്ലാൻഡ്. അതായത് ഇത് നമ്മൾ പ്ലാൻ ചെയ്തതൊന്നുമല്ല, ശരിക്കും ഇങ്ങനെ ഒരു ഫങ്ഷൻ വേണം എന്ന് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഫങ്ഷൻസ് ഓഫ് മണി അല്ല എന്ത് കണ്ടിജൻസ് ഓഫ് ഫങ്ഷൻ. ഓക്കെ, they are rather developed alongside the wider range of facilitating functions of money. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫങ്ഷൻസ് ഓഫ് മണിയുടെ കൂടെ ഡെവലപ്പ് ചെയ്തിട്ട്, അതായത് അലോങ് സൈഡ് അവയോടൊപ്പം ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ഫങ്ഷൻസിനെയാണ് നമ്മൾ കണ്ടിജന്റ് ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്നത്. നോക്കാം. Money can be used to help different economic entities such as consumers, producers to reach decisions on how much to consume, how much to generate, etc. അതായത് പണം നമ്മൾ നമ്മുടെ ഈ സമ്പദ് വ്യവസ്ഥയിൽ എക്കോണമിയിൽ ഒരുപാട് എൻറ്റിറ്റീസ് ഉണ്ട്. ആരൊക്കെ ഉണ്ട്? പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അല്ലേ, സാധനങ്ങളും സേവനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഇത് കച്ചവടം ചെയ്യുന്ന ബിസിനസ്മാൻമാരുണ്ട് അല്ലേ. അതുപോലെ അൾട്ടിമേറ്റ്ലി ആരുണ്ട്? നമ്മളുണ്ട്, സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട് അല്ലേ. നമ്മളെന്താ പറയുക എക്കണോമിക്സിൽ? കൺസ്യൂമേഴ്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഇതുപോലുള്ള എക്കണോമിക് എൻറ്റിറ്റീസിന് തീരുമാനമെടുക്കാൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ എന്ത് പ്രാപ്തമാക്കുന്നു? മണി പ്രാപ്തമാക്കുന്നു. ഓക്കെ, എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുക? ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എന്താ? ഏത് വാങ്ങണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഡിസ്കഷൻ അല്ലേ. അപ്പം നമ്മൾ തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്താ? ഏത് വാങ്ങണം, ഏത് സാധനം വാങ്ങണം, ഏത് സർവീസ് വാങ്ങണം, ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഒരു പ്രൊഡ്യൂസർ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ഉൽപ്പാദിപ്പിക്കണം, എത്ര പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് ലാഭം കിട്ടും, അതുപോലെ എത്ര വരെ ചിലവാക്കാം എന്നുള്ളതൊക്കെ ആയിരിക്കും എന്ത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഡിസിഷൻസ്. അപ്പോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഡിസിഷൻസ്, അതുപോലെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഡിസിഷൻസ്, ഇതിൻ്റെയൊക്കെ ഒരു ബേസാണ് എന്ത്? മണി. പണത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എല്ലാ തീരുമാനവും നമ്മളും പ്രൊഡ്യൂസേഴ്സും ബിസിനസ്സുകാരും അതുപോലെ ബാക്കിയുള്ള സൊസൈറ്റിയിലുള്ള വ്യക്തികളും എല്ലാവരും തീരുമാനമെടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഫോളോവിങ് ആർ ദ മേജർ കണ്ടിജന്റ് ഫങ്ഷൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടിജന്റ് ഫങ്ഷൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി, അതാണ് ഫസ്റ്റ് കണ്ടിജന്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സാധനം അല്ലെങ്കിൽ സേവനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു തൃപ്തി, ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റിയാണ് യൂട്ടിലിറ്റി. നമ്മൾ +2 എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ യൂട്ടിലിറ്റി എന്താന്ന്. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സാധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു സംതൃപ്തി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി. പണം എന്തിനെ സഹായിക്കുന്നു? നമ്മുടെ യൂട്ടിലിറ്റി മാക്സിമം ആക്കാൻ, അതായത് പരമാവധി അതിൽ നിന്ന് നമുക്ക് സംതൃപ്തി ലഭിക്കാൻ കാരണമാവുന്നു എന്നാണ് പറയുന്നത്. നോക്കാം. A rational consumer seeks to maximize his utility or satisfaction when making variety of purchases. ഒരു കൺസ്യൂമർക്ക് എപ്പോഴാണ് ഏറ്റവും മാക്സിമം യൂട്ടിലിറ്റി കിട്ടുന്നത്? എപ്പോഴാണ്? വെൻ മേക്കിംഗ് വെറൈറ്റി ഓഫ് പർച്ചേസ്. ഒരുപാട് വെറൈറ്റി സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങുമ്പോഴാണ് ഒരു കൺസ്യൂമർക്ക് മാക്സിമം യൂട്ടിലിറ്റി കിട്ടുന്നത്, അതായത് പരമാവധി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഓക്കെ, if the ratio of marginal utilities of various commodities is equal to the ratio of prices of various items, the customer അല്ലെങ്കിൽ the consumer will be able to maximize his satisfaction.
അതായത് ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എപ്പോഴാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എന്നുള്ളതാണ്. എക്കണോമിക്സിൽ ഒരു കസ്റ്റമർക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ് എപ്പോഴറിയോ, ഒരു സാധനത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, എന്താണ്? സാറ്റിസ്ഫാക്ഷനാണ്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റിയാണ്. ഒരു സാധനം കൂടി എക്സ്ട്രാ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് നമ്മൾ എന്താ പറയുക, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ പ്രൈസും അത് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റിയും ഈക്വൽ ആവുന്ന പോയിന്റിൽ, അതായത് പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള ഒരു പോയിന്റിലാണ് എന്ത്, നമുക്ക് ഒരു കസ്റ്റമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ്. അപ്പോൾ ഓരോ കമ്മോഡിറ്റിയും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റിയുടെയും റേഷ്യോകൾ ഈക്വൽ ആവുന്ന പോയിന്റിലാണ് ഒരു കസ്റ്റമർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ money plays a significant role in equating the marginal utilities because all commodity prices are stated in terms of money. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു എല്ലാ കമ്മോഡിറ്റിൻ്റെയും പ്രൈസസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, മണിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലേ. നമ്മൾ പറഞ്ഞു ഏതൊരു സാധനത്തിനും എന്തുണ്ട്, ഒരു പ്രൈസ് ഉണ്ട്, ഒരു വിലയുണ്ട്. ഈ വില എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, മണിയുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇതിന് ഇത്ര രൂപ, അതിന് ഇത്ര രൂപ എന്നൊക്കെ അല്ലേ നമ്മൾ പറയുക, കറൻസിയിൽ രൂപയിലാണ് പറയുക. അപ്പോൾ മണിയിലാണ് നമ്മൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എല്ലാം വില നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, തങ്ങളുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നു. അതിൽ നിന്ന് സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലേ, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് കണ്ടിജന്റ് ഫംഗ്ഷൻ എന്താ, മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി. പണമുള്ളത് കൊണ്ട് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധനങ്ങളും സേവനങ്ങളൊക്കെ പ്രൈസ് ചെയ്ത് വെച്ച്, ഓരോ പ്രൈസ് ടാഗ് ഇട്ട് വെച്ചതുകൊണ്ട് നമ്മൾ ആദ്യം ഇപ്പം നമ്മളൊരു കടയിൽ പോയാൽ എന്താ നോക്കുക, എല്ലാ സാധനത്തിൻ്റെയും വിലയൊക്കെ നോക്കൂലേ. നമ്മൾ വിലയൊക്കെ നോക്കിയിട്ട് ഇത് ഇട്ടാൽ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ. ഇപ്പോൾ ഒരു ഡ്രസ്സ് കടയിലാണ് നമ്മൾ കയറിയെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ടാൽ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഇതെനിക്ക് ഒന്നും കൂടി ഇഷ്ടമായി, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ പ്രൈസും നോക്കും, അത് എത്രത്തോളം നമുക്ക് ഇഷ്ടമായി എന്ന് നോക്കൂലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ യൂട്ടിലിറ്റിയും പ്രൈസും കൂടെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുക. അതിപ്പോൾ ഏത് സാധനമായാലും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മൾ ഒരു കൺസ്യൂമർ സെലക്ട് ചെയ്യുമ്പോഴും എന്ത് നോക്കും, ആ സാധനത്തിൻ്റെ പ്രൈസ് നോക്കും, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി നോക്കും. അപ്പോൾ ഈ യൂട്ടിലിറ്റിയും പ്രൈസും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാധനം വാങ്ങുക. അപ്പോൾ ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് വാങ്ങുന്നത് അപ്പോഴായിരിക്കും. അപ്പോൾ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു, മണി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് എന്താ നോക്കാം, എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫാക്ടർ ഇൻപുട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് കൺസ്യൂമേഴ്സിൻ്റെ കാര്യമാണ്. ഈ എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫാക്ടർ ഇൻപുട്ടിൽ നമ്മൾ പറയുന്നത് പ്രൊഡ്യൂസറിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു പ്രൊഡ്യൂസറാണെന്ന് ആലോചിക്കാം. നമ്മളെല്ലാവരും ഒരു കമ്പനിയുടെ ഓണറാണ്, അല്ലെങ്കിൽ ഒരു സാധനം ബാഗോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളൊരു ചെരുപ്പോ എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. ഒരു ബാഗ് കമ്പനിയുടെ ഓണറാണ്, അല്ലെങ്കിൽ ഒരു ചെരുപ്പിൻ്റെ ഫാക്ടറിയുടെ ഷൂ ഫാക്ടറിയുടെ ഓണറാണെന്നൊക്കെ വിചാരിക്കുക. നമ്മളൊരു തൊഴിലാളിയെ നമ്മൾക്ക് നമ്മുടെ കടയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയിലേക്ക് ഒരു തൊഴിലാളിയെ വേണം. നമ്മൾ ആദ്യം എന്താ നോക്കുക, ആ തൊഴിലാളിക്ക് എത്ര കൂലി കൊടുക്കണം എന്ന് നോക്കും അല്ലേ. നമ്മൾ ഒരു പ്രൊഡ്യൂസറാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ തൊഴിലാളിക്ക് നമ്മൾ എത്ര കൂലി കൊടുക്കണം എന്ന് നോക്കും. പിന്നെ എന്താ നോക്കും, ആ തൊഴിലാളിയുടെ പ്രൊഡക്ടിവിറ്റി നോക്കും. എന്താ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനക്ഷമത. ആ തൊഴിലാളി നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടോ, ആ ജോലിക്കാരൻ എഫിഷ്യൻ്റ് ആണോ, നല്ല സ്മാർട്ടാണോ എന്ന് നമ്മൾ നോക്കൂലേ. ജോലി ചെയ്യാത്ത ഒരാളെ നമ്മൾ പ്രൊഡ്യൂസർ നമ്മൾ സെലക്ട് ചെയ്യുമോ, ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് നോക്കും, അയാൾക്ക് എത്ര കൂലി കൊടുക്കണം, പ്ലസ് അയാൾ എത്രത്തോളം നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതും നോക്കും. അപ്പോൾ ഒരു പ്രൊഡ്യൂസറിൻ്റെ പ്രോഫിറ്റ്, അതായത് പ്രൊഡ്യൂസർ എപ്പോഴും എന്താ നോക്കുക, ലാഭം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും നോക്കുക അല്ലേ. അപ്പോൾ കസ്റ്റമേഴ്സ് എപ്പോഴും നോക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാനാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും നോക്കുന്നത് എന്തായിരിക്കും, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിരിക്കും. ലാഭം ഉണ്ടാക്കാൻ, പരമാവധി ലാഭം ഉണ്ടാക്കാനായിരിക്കും എപ്പോഴും ആര് നോക്കുക, പ്രൊഡ്യൂസേഴ്സ് നോക്കുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ലാഭം പരമാവധി ആവുന്നത് എപ്പോഴറിയോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു തൊഴിലാളിനെയൊക്കെ നിയമിക്കുകയാണെങ്കിൽ അതായത് അയാൾക്ക് കൊടുക്കേണ്ട വേജ് അല്ലെങ്കിൽ കൂലി ഈക്വൽ ടു അയാളുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി, അയാളുടെ ഒരു എഫിഷ്യൻസി, അയാളുടെ വർക്ക്, അയാളുടെ ഉൽപ്പാദനക്ഷമത അയാൾക്ക് കൊടുക്കുന്ന കൂലിക്ക് തുല്യമാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡ്യൂസർക്ക് മാക്സിമം
പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെ എത്രത്തോളം തൊഴിലാളികളെ നിയമിക്കണം, എത്ര മെഷീൻസ് ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യും? മണി ഹെൽപ്പ് ചെയ്യും. മണി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത്തരം ഒരു പ്രൊഡ്യൂസറിൻ്റെ തീരുമാനങ്ങളൊക്കെ എന്തിൻ്റെ ബേസിലായിരിക്കും? പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും. നോക്കാം. എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫാക്ടർ ഇൻപുട്ട് എന്നാണ് ഇവിടെ കൊടുത്തത് അല്ലേ. എന്താ ഫാക്ടർ ഇൻപുട്ട്? നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാക്ടർ ഇൻപുട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ലേബറിൻ്റെ എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് അല്ലേ. ഒരു പ്രൊഡ്യൂസർ ലേബറിന് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നത്. എങ്ങനെ എടുക്കുക? നമ്മളൊരു ലേബറിന് എടുക്കുമ്പോൾ അയാൾക്ക് കൊടുക്കേണ്ട കൂലി, അതായത് അയാൾക്ക് കൊടുക്കേണ്ട പ്രൈസ് അല്ലേ. അയാളുടെ കൂലി എന്ന് പറഞ്ഞാൽ അയാൾക്ക് നമ്മൾ നിശ്ചയിക്കുന്ന ഒരു പ്രൈസാണ്. ആ പ്രൈസ് എന്തിന് ഈക്വൽ ആവണം? അയാളുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി, അയാളുടെ ഉൽപ്പാദനക്ഷമത, അയാൾ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, അതിന് ഈക്വൽ ആവുന്ന പോയിന്റ് വരെയാണ് അയാൾ എടുക്കുക. അപ്പോൾ ഈ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് അല്ലേ, അപ്പോൾ ലാൻഡിലും ലേബറിലും ക്യാപിറ്റലിലും ഓർഗനൈസേഷനിലും ഒക്കെ ഉള്ള തീരുമാനങ്ങൾ എടുക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? മണി ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ഇവിടെ എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫാക്ടർ ഇൻപുട്ട്. എംപ്ലോയ്മെൻറ്റ് പറഞ്ഞാൽ എത്രത്തോളം എടുക്കണം, എത്ര അളവിൽ എടുക്കണം, അതുപോലെ എത്ര യൂണിറ്റ് ആൾക്കാരെടുക്കണം, അങ്ങനെയുള്ള ഡിസിഷൻസ് ഇല്ലേ. ഇപ്പോൾ ഒരു ഫാക്ടറി തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അതിൽ എത്ര എംപ്ലോയീസിനെ എടുക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. അല്ലെങ്കിൽ എത്ര ലാൻഡ് എടുക്കണം, എത്ര മെഷീൻ ഉപയോഗിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ഡിസിഷൻസും നമ്മൾ എടുക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? മണിയുടെ അടിസ്ഥാനത്തിൽ. നമുക്ക് എത്രത്തോളം അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റും നോക്കിയിട്ടല്ലേ നമ്മൾ എത്ര തൊഴിലാളികളെ എടുക്കണം, അതുപോലെ എത്ര മെഷീൻസ് യൂസ് ചെയ്യണം, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ, എത്ര ഉൽപ്പാദിപ്പിക്കണം, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു പ്രൊഡ്യൂസർ തീരുമാനിക്കുക അയാളുടെ ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലേ. നോക്കാം. The manufacturer uses money to determine how many units of various production elements should be used. ഒരു മാനുഫാക്ചറർ, അതായത് ഒരു ഉൽപ്പാദകൻ, ഒരു പ്രൊഡ്യൂസർ, യൂസസ് മണി, എത്രത്തോളം വേരിയസ് പ്രൊഡക്ഷൻ എലമെൻറ്റ്സ് യൂസ് ചെയ്യണം. പ്രൊഡക്ഷൻ എലമെൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞ ലാൻഡും ലേബറും മെഷീൻസ് ഒക്കെ അല്ലേ, തൊഴിലാളികൾ, മെഷീൻസ്, ക്യാപിറ്റൽ, ഇതൊക്കെ എത്രത്തോളം യൂസ് ചെയ്യണം. ഈ പ്രൊഡക്ഷൻ എലമെൻറ്റ്സ് ഒക്കെ എത്രത്തോളം, ഹൗ മെനി യൂണിറ്റ്സ്, എത്ര യൂണിറ്റ്സ് യൂസ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുക എന്തിൻ്റെ ബേസിലാണ്? മണിയുടെ അടിസ്ഥാനത്തിലാണ്. Every producer seeks to maximize profits by utilizing variety of production element. വ്യത്യസ്തപരമായിട്ടുള്ള പ്രൊഡക്ഷൻ എലമെൻറ്റ്സ്, അതായത് കുറച്ച് ലാൻഡുകൾ, മെഷീൻ, കുറച്ച് തൊഴിലാളികൾ, ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് എല്ലാം, വെറൈറ്റി എലമെൻറ്റ്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് തൻ്റെ ലാഭം പരമാവധിയാക്കാനാണ് ഓരോ പ്രൊഡ്യൂസറും ആഗ്രഹിക്കുക അല്ലേ. A producer aiming for maximum profit will equate a factor's marginal productivity, which is expressed in value terms, with its price. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു തൊഴിലാളിയെ നിയമിക്കുന്ന പോയിന്റ് എവിടെയാ? അയാളുടെ പ്രൈസ് ഈക്വൽ ടു അയാളുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി. അതേപോലെ ഒരു മെഷീനിനെ ഒരു മെഷീനിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഒരു പ്രൊഡ്യൂസർ തീരുമാനിക്കുക ഇത് വെച്ചിട്ടാ? ആ മെഷീൻ്റെ പ്രൈസ് ഈക്വൽ ടു ആ മെഷീനിൽ നിന്ന് നമുക്ക് എത്ര പ്രൊഡക്ടിവിറ്റി കിട്ടും, ആ മെഷീൻ എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് സാധനങ്ങൾ, ഗുഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കിയിട്ടാണ്. അതുപോലെ ലേബറും ലാൻഡും ക്യാപിറ്റലും എല്ലാ പ്രൊഡക്ഷൻ എലമെൻറ്റ്സിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്ര പ്രൈസ് അതിന് കൊടുക്കണം, എത്രത്തോളം നന്നായിട്ട് അത് വർക്ക് ചെയ്യുന്നു, ഈ രണ്ട് പോയിന്റ് ഈക്വൽ ആവുന്ന പോയിന്റ്, അതായത് പ്രൈസ് ഈക്വൽ ടു മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്നുള്ള പോയിന്റ് എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത്രയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. As a result, using money to make judgments about the employment of production related units is advantageous. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും? നമ്മൾ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ. നമ്മൾ ഓരോ ലേബറിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത്, അതായത് ലേബറിന് എത്ര വേജ് കൊടുക്കണം നമ്മൾ തീരുമാനിക്കുന്നതൊക്കെ മണിയുടെ അടിസ്ഥാനത്തിലല്ലേ, നമ്മൾ രൂപയല്ലേ കൊടുക്കുക. അപ്പോൾ എത്ര കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും? മണിയുടെ ബേസിലാണ്. അപ്പോൾ മണി എന്തിനെ സഹായിക്കുന്നു? എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫാക്ടർ ഇൻപുട്ട്. എത്ര ഫാക്ടർ ഇൻപുട്ടിനെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഓരോ യൂണിറ്റിൽ എത്ര ലേബറിന് എടുക്കണം, എത്ര മെഷീൻസ് എടുക്കണം, എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യണം മുതലായ എല്ലാ തീരുമാനങ്ങളും എംപ്ലോയ് ചെയ്യണം. എത്രത്തോളം ആൾക്കാരെ നിയമിക്കണം, എത്രത്തോളം ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മണിയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ഈ ഫംഗ്ഷൻ പറയുന്നത്. അടുത്ത നോക്കൂ, ക്രെഡിറ്റ് സിസ്റ്റം. ഇത് നമ്മൾ
എപ്പോഴും പറയുന്നതാണല്ലേ, നമ്മൾ കഴിഞ്ഞ ഒരു ഫംഗ്ഷനിലും പറഞ്ഞു. എന്താണ് ക്രെഡിറ്റ് സിസ്റ്റം? വായ്പാ സമ്പ്രദായം. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പണം ഉള്ളതുകൊണ്ടാണ് നമുക്ക് എളുപ്പത്തിൽ വായ്പ വാങ്ങാനും EMI വാങ്ങാനും ലോൺ എടുക്കാനൊക്കെ സാധിക്കുന്നത്. കാരണം എന്താ, നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും എന്ത് ചെയ്താൽ മതി, ഒരു നിശ്ചിത ഡേറ്റ് ബാങ്ക് ഒക്കെ പറയുന്നുണ്ടാവും, ആ സമയത്ത് നമുക്കിത് തിരിച്ചടക്കാം അല്ലേ. എന്തുകൊണ്ട്? പണം ഉള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഒരു മോഡേൺ എക്കോണമിയുടെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് എന്ത്? വായ്പാ സമ്പ്രദായം, ക്രെഡിറ്റ് സിസ്റ്റം. ഈവൻ ഇഫ് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബിസിനസ്സൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലോൺ എടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് ലോൺ തരുന്നതുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. നമ്മുടെ ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ ബേസ് തന്നെ എന്താണ്? മണിയാണ്. പണം എന്നുള്ളൊരു സമ്പ്രദായം നിലവിലുള്ളത് കൊണ്ടാണ് നമുക്ക് കടം വാങ്ങാനും കടം തിരിച്ചടയ്ക്കാനും ഒക്കെ പറ്റുന്നത് അല്ലേ. അതാണ് ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. നോക്കൂ, ദ യൂസ് ഓഫ് ക്രെഡിറ്റ് ഇൻ ദ എക്കോണമി ഹാസ് ബീൻ മെയ്ഡ് ഈസിയർ ബൈ ദി അവൈലബിലിറ്റി ഓഫ് മണി. മണി ഉള്ളത് കൊണ്ട് ക്രെഡിറ്റ് എന്തായി? വളരെയധികം ഈസിയായി. ദ ഫൗണ്ടേഷൻ ഫോർ ദ എൻറ്റയർ ക്രെഡിറ്റ് സിസ്റ്റം ഈസ് മണി. നമ്മുടെ എൻറ്റയർ ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെയും ബേസ് എന്താണ്? മണിയാണ്. മണി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ക്രെഡിറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് തന്നെ. ദ ഇമ്പോർട്ടൻറ്റ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് കനോട്ട് ബി യൂസ്ഡ് ഇഫ് മണി ഡസ് നോട്ട് എക്സിസ്റ്റ്. ചെക്കുകൾ അല്ലേ, ചെക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ചെക്ക് വാങ്ങുന്നത് കൊടുക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് ഇത് പണത്തിലേക്ക് മാറി കിട്ടും എന്നുള്ളൊരു വിശ്വാസമുള്ളതുകൊണ്ടാണ്. മാത്രമല്ല ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? കടപ്പത്രത്തിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, കടപ്പത്രം. അപ്പോൾ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ നമുക്ക് വിശ്വാസതയിൽ നമുക്കിത് വാങ്ങാനും കൊടുക്കാനൊക്കെ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഭാവിയിൽ നമുക്കിത് പൈസയായിട്ട് തന്നെ തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എൻറ്റയർ ക്രെഡിറ്റ് സിസ്റ്റം, വായ്പാ സമ്പ്രദായം വർക്ക് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ എന്താണ്? മണി ഉള്ളത് കൊണ്ടാണ്, പണം ഉള്ളത് കൊണ്ടാണ്. ഡി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, വിതരണം ചെയ്യുന്നതിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? മണി ഹെൽപ്പ് ചെയ്യുന്നു. നോക്കൂ, since numerous elements contribute to the manufacturing process, it is simple to distribute a nation's profits among various factors of production using money. പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഒരു സാധനം ഉണ്ടാക്കാൻ, മാനുഫാക്ചർ ചെയ്യാൻ, ഒരു സാധനം നിർമ്മിക്കുന്നതിന് നമുക്ക് എന്തുണ്ട്? ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സാധനം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? പണം ഉള്ളത് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? റിവാർഡ് കൊടുക്കാൻ പറ്റുന്നു. നമ്മൾ തൊഴിലാളിക്ക് എന്താ കൊടുക്കുക? തൊഴിലാളിക്ക് നമ്മൾ കൂലി, വേജാണ് കൊടുക്കുക അല്ലേ. ലാൻഡിന് നമുക്ക് എന്താ കിട്ടുക? റെൻറ്റ്, വാടകയാണ് നമുക്ക് കിട്ടുക അല്ലേ. ഒരു ഭൂമിക്ക് നമുക്ക് വാടകയാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഒരു ഓണ്ടർപ്രണർക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്താ കിട്ടുക? പ്രോഫിറ്റാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഒരു ക്യാപിറ്റലിന് എന്താ കിട്ടുക? ഇൻട്രസ്റ്റ് ആണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് റിവാർഡ് കൊടുക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ പൈസ ഉള്ളതുകൊണ്ട് സാധിക്കുന്നു. എല്ലാത്തിനും, അതായത് ഓരോ എലമെൻറ്റിനും, ലാൻഡിനും ലേബറിനും ക്യാപിറ്റലും ഓർഗനൈസേഷനും ഒക്കെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? നമുക്ക് റിവാർഡ് കൊടുക്കാൻ സാധിക്കുന്നു. പണം ഉള്ളത് കൊണ്ട് ഇവർക്ക് എല്ലാം പ്രൈസ് പേ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ വെൽത്ത് അമംഗ് വേരിയസ് പ്രൊഡക്ഷൻ എലമെൻറ്റ്സ് വുഡ് നോട്ട് ഹാവ് ബീൻ കൺസീവബിൾ വിത്തൗട്ട് യൂസേജ് ഓഫ് മണി. മാത്രമല്ല നമ്മുടെ രാജ്യത്തുള്ള ഈ സമ്പത്തൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലേ, രാജ്യത്തുള്ള ഈ സമ്പത്തും അതുപോലെ സ്വത്ത് വകകളൊക്കെ നമ്മുടെ രാജ്യത്തുള്ള വ്യത്യസ്ത മേഖലകളിലേക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, വിതരണം ചെയ്യാൻ പണമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ വിതരണം ചെയ്യുമെന്ന് ആലോചിക്കാൻ പോലും പറ്റൂല അല്ലേ. പണമുള്ളത് കൊണ്ടാണ് വെൽത്തിനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടി നമുക്കിങ്ങനെ വിതരണം ചെയ്യാൻ സാധിക്കുന്നത്. വ്യത്യസ്ത എലമെൻറ്റുകൾക്കിടയിൽ, വ്യത്യസ്ത പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്കിടയിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ വെൽത്ത്, നമ്മളെ സമ്പത്തിനെ വിതരണം ചെയ്യാൻ സാധിക്കുന്നത് എന്തുള്ളത് കൊണ്ടാണ്? പണമുള്ളത് കൊണ്ടാണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടിജൻസി ഫങ്ഷൻസ് മാത്രമാണ് അല്ലേ. അപ്പോൾ മണിയുടെ കണ്ടിജൻസി ഫങ്ഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്താ? അത് പ്രൈമറി ഫങ്ഷൻസിൻ്റെയും സെക്കൻഡറി ഫങ്ഷൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വികസിച്ച് വരുന്ന, അതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്ത് ഒരു ബൈ പ്രൊഡക്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന കുറച്ച് ഗുണങ്ങളാണ് കണ്ടിജൻസി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. 4 കണ്ടിജൻസി ഫങ്ഷൻസ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാ? മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി അല്ലേ, നമ്മുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫാക്ടർ ഇൻപുട്ട്, ഓരോ ഫാക്ടർ ഇൻപുട്ടിനെയും എത്രത്തോളം നിയമിക്കണം എന്ന ഒരു പ്രൊഡ്യൂസറിൻ്റെ തീരുമാനം എടുക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല ക്രെഡിറ്റ് സിസ്റ്റം, നമ്മുടെ വായ്പാ സമ്പ്രദായത്തിൻ്റെ ബേസാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. നമ്മുടെ ദേശീയ വരുമാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, വിതരണം ചെയ്യാൻ, നമ്മുടെ എക്കോണമിയിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാനും നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മളെ മണി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഒരു
കാറ്റഗറി കൂടി ഉണ്ട് അല്ലേ? നമ്മൾ പ്രൈമറി പറഞ്ഞു, സെക്കൻഡറി പറഞ്ഞു, കണ്ടിജൻസി പറഞ്ഞു, ഇനി അതർ ഫങ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സീ യു, ബൈ.